SDPIക്ക് കുരുക്ക് മുറുകുന്നു. നിരോധനത്തിലേക്കുള്ള ചുവടുകൾ വെച്ച് കേന്ദ്ര സർക്കാർ. ഫയൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക്. റിപ്പോർട്ട് കേൾക്കാം. SDPI സംഘടനയെ നിരോധിക്കും എന്നുള്ള സൂചനകൾ വീണ്ടും ശക്തമായി പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള EDയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കമാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നത്. SDPIയുടെ അക്കൗണ്ടുകളിലേക്ക് സംഭാവനകൾ നൽകിയതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടും ഇതിൽ EDക്ക് കിട്ടിയ വിവരങ്ങൾ കൈമാറിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നിർണായകമായിട്ടുള്ള ഈ നീക്കം ഇപ്പോൾ SDPI വൃത്തങ്ങളിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. SDPI ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ SDPIയുടെ നിരോധനത്തിനുള്ള തീരുമാനവും നടപടിക്രമങ്ങളും എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖാന്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പാകെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതും. ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ SDPIയുടെ അക്കൗണ്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റും വലിയ തോതിൽ ഫണ്ടെത്തി, നിരവധി അക്കൗണ്ടുകളിൽ നിന്നും ഫണ്ടെത്തി. ഇത്തരം പണം എത്തിയതിന് മുമ്പ് പണം നൽകിയവരുടെ അക്കൗണ്ടിലേക്ക് അതേ തുക തന്നെ കൈമാറിയിരുന്നു. അതായത് കുറേ പണം SDPIയുമായി ബന്ധപ്പെട്ട് സംഭാവന കൊടുക്കുന്നവരുടെ അക്കൗണ്ടിൽ ആദ്യം വരുന്നു. ആ തുക തന്നെ എടുത്ത് SDPIക്ക് സംഭാവനയായിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വലിയ ദുരൂഹതകൾ കാണുന്നത്. മാത്രമല്ല SDPIയുടെ വിവിധ കേന്ദ്രങ്ങളിൽ രാജ്യവ്യാപകമായിട്ടുള്ള റെയ്ഡിന് ശേഷമാണ് ഇപ്പോൾ പൊടുന്നനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെയുള്ള നടപടി. ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് EDയുടെയും മറ്റും കസ്റ്റഡിയിലാണ്. ഉന്നത നേതാക്കൾ നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട്. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന് നിരോധനത്തിന് മുമ്പായിട്ട് നടന്ന വലിയ റെയ്ഡുകളും അറസ്റ്റുകൾക്കും തുല്യമായ അതേ രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആയിരുന്നു EDയുടെ കേന്ദ്ര ഏജൻസിയുടെയും ഭാഗത്തു നിന്ന്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് റെയ്ഡ് നടത്തി SDPIയുടെ രേഖകൾ കണ്ടെത്തുകയും ഓഫീസുകളിൽ നിന്ന് രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇത്തരം രേഖകളിലാണ് അനധികൃതമായിട്ടുള്ള പണമിടപാടും മറ്റും കണ്ടെത്തിയിരിക്കുന്നത്. EDയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെയുള്ള നീക്കത്തിൽ വലിയ തോതിലുള്ള ചർച്ച ഇപ്പോൾ വരുന്നു. SDPIയുടെ നിരോധനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ കണക്കുകൾ അതാണ് ഇപ്പോൾ ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് SDPI സമർപ്പിച്ച കണക്കുകൾ എല്ലാം തന്നെ ഇപ്പോൾ ED ആവശ്യപ്പെടും. ഈ കണക്കുകളിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാകും. രാജ്യദ്രോഹ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് പ്രവർത്തിച്ച ഭീകര സംഘടനയായി ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ തെളിവുകളും എല്ലാം മുമ്പ് തന്നെ ED പുറത്തുവിട്ടിരുന്നു. എന്തായാലും SDPI വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. കേരളത്തിലാണ് ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും SDPIക്ക് നല്ല വേരോട്ടമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളും അട്ടിമറിയുമൊക്കെ സൃഷ്ടിക്കും അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഈ സംഘടന ഇപ്പോൾ നേരിടുന്നത് നിരോധനത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.